ഭരണഘടന എന്ന വിഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങളുടെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ഭരണ നിയന്ത്രണത്തിനും പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമായി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആദ്യ നിയമം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, റെഗുലേറ്റിംഗ് ആക്ട് 1773. ശരിയായ ഉത്തരം റെഗുലേറ്റിംഗ് ആക്ട് 1773. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ഭരണ നിയന്ത്രണത്തിനും പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമായി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആദ്യ നിയമം ഏത്? ഉത്തരം റെഗുലേറ്റിംഗ് ആക്ട് 1773. റെഗുലേറ്റിംഗ് ആക്ട് 1773 ആണ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തെ നിയന്ത്രിക്കുന്നതിനായി പാസാക്കിയ ആദ്യ നിയമം. ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത ഭരണത്തിന് അടിത്തറയിട്ട നിയമം ഏത്? ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത ഭരണത്തിന് അടിത്തറയിട്ട നിയമം ഏത്? ശരിയായ ഉത്തരം റെഗുലേറ്റിംഗ് ആക്ട് 1773. ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത ഭരണത്തിന് അടിത്തറയിട്ട നിയമം ഏത്? ശരിയായ ഉത്തരം റെഗുലേറ്റിംഗ് ആക്ട് 1773. റെഗുലേറ്റിംഗ് ആക്ട് 1773 പ്രകാരം ഗവർണർ ഓഫ് ബംഗാൾ എന്ന പദവി ഏതായി മാറ്റി? റെഗുലേറ്റിംഗ് ആക്ട് 1773 പ്രകാരം ഗവർണർ ഓഫ് ബംഗാൾ എന്ന പദവി ഏതായി മാറ്റി? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. റെഗുലേറ്റിംഗ് ആക്ട് 1773 പ്രകാരം ഗവർണർ ഓഫ് ബംഗാൾ എന്ന പദവി ഏതായി മാറ്റി? ശരിയായ ഉത്തരം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു ആദ്യ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു ആദ്യ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. ഈ നിയമത്തിലൂടെയാണ് ഇന്ത്യയിൽ കേന്ദ്രീകൃത ഭരണ സംവിധാനത്തിന് തുടക്കം കുറിച്ചത്. റെഗുലേറ്റിംഗ് ആക്ട് 1773 പ്രകാരം ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ ആരായിരുന്നു? റെഗുലേറ്റിംഗ് ആക്ട് 1773 പ്രകാരം ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വാറൻ ഹേസ്റ്റിങ്സ്. അദ്ദേഹം 1774 മുതൽ 1785 വരെ ഈ പദവിയിൽ സേവനമനുഷ്ഠിച്ചു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിക്കാൻ കാരണമായ നിയമം ഏത്? ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിക്കാൻ കാരണമായ നിയമം ഏത്? ശരിയായ ഉത്തരം റെഗുലേറ്റിംഗ് ആക്ട് 1773. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിക്കാൻ കാരണമായ നിയമം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, റെഗുലേറ്റിംഗ് ആക്ട് 1773. ഈ കോടതി 1774 കൊൽക്കത്തയിലെ ഫോർട്ട് വില്യത്തിൽ സ്ഥാപിക്കപ്പെട്ടു. ഈ കോടതി 1774 കൊൽക്കത്തയിലെ ഫോർട്ട് വില്യത്തിൽ സ്ഥാപിക്കപ്പെട്ടു. ഒരു ചീഫ് ജസ്റ്റിസും മറ്റു 3 ജഡ്ജിയുമായി കൽക്കട്ടയിൽ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിതമായ വർഷം ഏത്? ഒരു ചീഫ് ജസ്റ്റിസും മറ്റു 3 ജഡ്ജിമാരുമായി കൽക്കത്തയിൽ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിതമായ വർഷം ഏത്? ശരിയായ ഉത്തരം 1774. ഒരു ചീഫ് ജസ്റ്റിസും മറ്റു 3 ജഡ്ജിമാരുമായി കൽക്കത്തയിൽ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിതമായ വർഷം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 1774. കൽക്കട്ട സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? കൽക്കട്ട സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സാർ എലീജ ഇംപെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സാർ എലീജ ഇംപെ. കൽക്കട്ട സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സാർ എലീജ ഇംപെ. കോടതിയിൽ ഒരു ചീഫ് ജസ്റ്റിസും 3 ജഡ്ജിമാരും ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആദ്യ നിയമം ഏത്? ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആദ്യ നിയമം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, റെഗുലേറ്റിംഗ് ആക്ട് 1773. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആദ്യ നിയമം റെഗുലേറ്റിംഗ് ആക്ട് 1773. ഈ നിയമത്തിലൂടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിൽ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നിയന്ത്രണം ആരംഭിച്ചു. ഈ നിയമത്തിലൂടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിൽ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നിയന്ത്രണം ആരംഭിച്ചു. ഇന്ത്യയിൽ കേന്ദ്രീകൃത ഭരണ സംവിധാനത്തിന് അടിത്തറയിട്ടതും ഈ നിയമമാണ്. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ അവസാനത്തെ നിയമം ഏത്? ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ അവസാനത്തെ നിയമം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ അവസാനത്തെ നിയമം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ഈ നിയമം 1947 ജൂലൈ 18 ബ്രിട്ടീഷ് രാജാവിൻ്റെ അംഗീകാരം നേടി. ഈ നിയമം 1947 ജൂലൈ 18 ബ്രിട്ടീഷ് രാജാവിൻ്റെ അംഗീകാരം നേടി. 1947 ആഗസ്റ്റ് 15 മുതൽ ഇന്ത്യയും പാകിസ്ഥാനും 2 സ്വതന്ത്ര ഡൊമിനിയനുകളായി നിലയിൽ വന്നു.
ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 നിയമത്തോടെ ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ ഔദ്യോഗികമായി അന്ത്യം കുറിച്ചു. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 നിയമത്തോടെ ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ ഔദ്യോഗികമായി അന്ത്യം കുറിച്ചു. റെഗുലേറ്റിംഗ് ആക്ടിലെ അപാകതകൾ പരിഹരിക്കുന്നതിനായി നിലവിൽ വന്ന നിയമം ഏത്? റെഗുലേറ്റിംഗ് ആക്ടിലെ അപാകതകൾ പരിഹരിക്കുന്നതിനായി നിലവിൽ വന്ന നിയമം ഏത്? ശരിയായ ഉത്തരം പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. റെഗുലേറ്റിംഗ് ആക്ടിലെ അപാകതകൾ പരിഹരിക്കുന്നതിനായി നിലവിൽ വന്ന നിയമം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. ബോർഡ് ഓഫ് കൺട്രോൾ സ്ഥാപിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ബ്രിട്ടീഷ് സർക്കാരിന് നേരിട്ടുള്ള മേൽനോട്ടം നൽകി. ഇതിലൂടെ ഇന്ത്യയിൽ ദ്വൈത നിയന്ത്രണ സംവിധാനം നിലവിൽ വന്നു. ഇന്ത്യയിലെ ഭരണവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനങ്ങളിലുള്ള ബ്രിട്ടീഷ് സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണവും ഉറപ്പാക്കിയ നിയമം ഏത്? ഇന്ത്യയിലെ ഭരണവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനങ്ങളിലുള്ള ബ്രിട്ടീഷ് സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണവും ഉറപ്പാക്കിയ നിയമം ഏത്? ശരിയായ ഉത്തരം പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. ഇന്ത്യയിലെ ഭരണവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനങ്ങളിലുള്ള ബ്രിട്ടീഷ് സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണവും ഉറപ്പാക്കിയ നിയമം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ കുത്തവകാശം ചൈനയുമായുള്ള തേയില വ്യാപാരവും ഒഴികെ ഔദ്യോഗികമായി അവസാനിക്കാൻ കാരണമായ നിയമം ഏത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ കുത്തവകാശം ചൈനയുമായുള്ള തേയില വ്യാപാരം ഒഴികെ ഔദ്യോഗികമായി അവസാനിക്കാൻ കാരണമായ നിയമം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ചാർട്ടർ ആക്ട് 1813. ശരിയായ ഉത്തരം ചാർട്ടർ ആക്ട് 1813. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ കുത്തവകാശം ചൈനയുമായുള്ള തേയില വ്യാപാരം ഒഴികെ ഔദ്യോഗികമായി അവസാനിക്കാൻ കാരണമായ നിയമം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ചാർട്ടർ ആക്ട് 1813. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചൈനയുമായുള്ള വ്യാപാര കുത്തകയും തേയില വ്യാപാരത്തിലെ കുത്തകയും അവസാനിപ്പിച്ചത് ചാർട്ടർ ആക്ട് 1833 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചൈനയുമായുള്ള വ്യാപാര കുത്തകയും തേയില വ്യാപാരത്തിൻ്റെ കുത്തകയും അവസാനിപ്പിച്ചത് ചാർട്ടർ ആക്ട് 1833 ഓർമ്മിക്കുക. ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ഇന്ത്യയിൽ തങ്ങളുടെ മതം പ്രചരിപ്പിക്കാൻ ഔദ്യോഗിക അനുമതി നൽകിയ നിയമം ഏത്? ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ഇന്ത്യയിൽ തങ്ങളുടെ മതം പ്രചരിപ്പിക്കാൻ ഔദ്യോഗിക അനുമതി നൽകിയ നിയമം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ചാർട്ടർ ആക്ട് 1813. ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ഇന്ത്യയിൽ തങ്ങളുടെ മതം പ്രചരിപ്പിക്കാൻ ഔദ്യോഗിക അനുമതി നൽകിയ നിയമം ഏത്? ശരിയായ ഉത്തരം ചാർട്ടർ ആക്ട് 1813. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന പദവി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റാൻ കാരണമായ നിയമം ഏത്? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന പദവി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റാൻ കാരണമായ നിയമം ഏത്? ശരിയായ ഉത്തരം ചാർട്ടർ ആക്ട് 1833. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന പദവി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റാൻ കാരണമായ നിയമം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ചാർട്ടർ ആക്ട് 1833. ലോർഡ് വില്യം ബെൻഡിക് ആയിരുന്നു ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ. ലോർഡ് വില്യം ബെൻഡിക് ആയിരുന്നു ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ. ഈ നിയമത്തിലൂടെ ഇന്ത്യയിലെ ഭരണാധികാരം കൂടുതൽ കേന്ദ്രീകൃതമായി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എല്ലാ വാണിജ്യ പ്രവർത്തനങ്ങളും ഈ നിയമപ്രകാരം അവസാനിക്കപ്പെട്ടു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എല്ലാ വാണിജ്യ പ്രവർത്തനങ്ങളും ചാർട്ടർ ആക്ട് 1833 അവസാനിക്കപ്പെട്ടു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ ആരായിരുന്നു? ശരിയായ ഉത്തരം ലോർഡ് വില്യം ബെൻഡിക്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ലോർഡ് വില്യം ബെൻഡിക്. അദ്ദേഹത്തിൻ്റെ ഭരണകാലം 1828 മുതൽ 1835 വരെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണകാലം 1828 മുതൽ 1835 വരെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്താണ് സത്യനിരോധനം 1829 ഉൾപ്പെടെ നിരവധി ഭരണ സാമൂഹിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ എല്ലാ എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് അധികാരങ്ങളും ഗവർണർ ജനറൽ നിക്ഷിപ്തമാക്കിയ നിയമം ഏത്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ എല്ലാ എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് അധികാരങ്ങളും ഗവർണർ ജനറൽ നിക്ഷിപ്തമാക്കിയ നിയമം ഏത്? ശരിയായ ഉത്തരം ചാർട്ടർ ആക്ട് 1833. ബ്രിട്ടീഷ് ഇന്ത്യയിലെ എല്ലാ എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് അധികാരങ്ങളും ഗവർണർ ജനറലിൽ നിക്ഷിപ്തമാക്കിയ നിയമം ഏത്? ശരിയായ ഉത്തരം ചാർട്ടർ ആക്ട് 1833. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കച്ചവട സ്ഥാപനം എന്ന പദവി റദ്ദാക്കി അതിനെ സമ്പൂർണ്ണ ഭരണ സ്ഥാപനമാക്കി മാറ്റിയ നിയമം ഏത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കച്ചവട സ്ഥാപനം എന്ന പദവി റദ്ദാക്കി അതിനെ സമ്പൂർണ്ണ ഭരണ സ്ഥാപനമാക്കി മാറ്റിയ നിയമം ഏത്?
ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ചാർട്ടർ ആക്ട് 1833. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കച്ചവട സ്ഥാപനം എന്ന പദവി റദ്ദാക്കി അതിനെ സമ്പൂർണ്ണ ഭരണസ്ഥാപനമാക്കി മാറ്റിയ നിയമം ഏത്? ശരിയായ ഉത്തരം ചാർട്ടർ ആക്ട് 1833. ഈ നിയമത്തിലൂടെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു സമ്പൂർണ്ണ ഭരണസ്ഥാപനമായി മാറിയത്. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന പദവി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റിയതും ഇതേ നിയമപ്രകാരമാണ്. ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ അവസാനത്തെ ചാർട്ടർ ആക്ട് ഏത്? ശരിയായ ഉത്തരം ചാർട്ടർ ആക്ട് 1853. ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ അവസാനത്തെ ചാർട്ടർ ആക്ട് ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ചാർട്ടർ ആക്ട് 1853. ഇന്ത്യൻ സിവിൽ സർവീസിലേക്കുള്ള നിയമത്തിന് മത്സര പരീക്ഷാ സംവിധാനം കൊണ്ടുവരുന്നതിനുള്ള വഴിയൊരുക്കിയതും ഈ ചാർട്ടർ ആക്ട് 1853 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനു മുമ്പ് പാസാക്കിയ അവസാനത്തെ പ്രധാന ഭരണഘടനാ നിയമങ്ങളിൽ ഒന്നാണ് ചാർട്ടർ ആക്ട് 1853. ഗവർണർ ജനറലിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും ലെജിസ്ലേറ്റീവ് അധികാരങ്ങളും ആദ്യമായി വേർതിരിച്ച നിയമം ഏത്? ഗവർണർ ജനറലിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും ലെജിസ്ലേറ്റീവ് അധികാരങ്ങളും ആദ്യമായി വേർതിരിച്ച നിയമം ഏത്? ശരിയായ ഉത്തരം ചാർട്ടർ ആക്ട് 1853. ഗവർണർ ജനറലിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും ലെജിസ്ലേറ്റീവ് അധികാരങ്ങളും ആദ്യമായി വേർതിരിച്ച നിയമം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ചാർട്ടർ ആക്ട് 1853. ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന പേരിൽ ഗവർണർ ജനറലിൻ്റെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിക്കപ്പെട്ടത് ഏത് നിയമപ്രകാരമാണ്? ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന പേരിൽ ഗവർണർ ജനറലിൻ്റെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിക്കപ്പെട്ടത് ഏത് നിയമപ്രകാരമാണ്? ശരിയായ ഉത്തരം ചാർട്ടർ ആക്ട് 1853. ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന പേരിൽ ഗവർണർ ജനറലിൻ്റെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിക്കപ്പെട്ടത് ഏത് നിയമപ്രകാരമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ചാർട്ടർ ആക്ട് 1853. സിവിൽ സർവീസ് തസ്തികകളിലേക്ക് മത്സര പരീക്ഷാ രീതി ആദ്യമായി നടപ്പിലാക്കിയ നിയമം ഏത്? ശരിയായ ഉത്തരം ചാർട്ടർ ആക്ട് 1853. സിവിൽ സർവീസ് തസ്തികകളിലേക്ക് മത്സര പരീക്ഷാ രീതി ആദ്യമായി നടപ്പിലാക്കിയ നിയമം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ചാർട്ടർ ആക്ട് 1853. 1853 ചാർട്ടർ ആക്ട് പ്രകാരം 1854 നിയമിക്കപ്പെട്ട കമ്മിറ്റി ഏത്? 1853 ചാർട്ടർ ആക്ട് പ്രകാരം 1854 നിയമിക്കപ്പെട്ട കമ്മിറ്റി ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി മെക്കാളെ കമ്മിറ്റി. 1853 ചാർട്ടർ ആക്ട് പ്രകാരം 1854 നിയമിക്കപ്പെട്ട കമ്മിറ്റി ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി മെക്കാളെ കമ്മിറ്റി. 1853 ചാർട്ടർ ആക്ട് പ്രകാരം 1855 ആദ്യത്തെ ICS മത്സര പരീക്ഷ ലണ്ടനിൽ നടത്തി. 1853 ചാർട്ടർ ആക്ട് പ്രകാരം 1855 ആദ്യത്തെ ICS മത്സര പരീക്ഷ ലണ്ടനിൽ നടത്തി. കമ്മിറ്റി ഓൺ ദി ഇന്ത്യൻ സിവിൽ സർവീസ് എന്നറിയപ്പെടുന്ന കമ്മിറ്റി ഏതാണ്? ശരിയായ ഉത്തരം മെക്കാളെ കമ്മിറ്റി. കമ്മിറ്റി ഓൺ ദി ഇന്ത്യൻ സിവിൽ സർവീസ് എന്നറിയപ്പെടുന്ന കമ്മിറ്റി ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി മെക്കാളെ കമ്മിറ്റി. സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആദ്യമായി പ്രാദേശിക വ്യക്തിയുടെ പ്രാധാന്യം നടപ്പിലാക്കിയത് ഏത് നിയമത്തിലൂടെയാണ്? സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് ആദ്യമായി പ്രാദേശിക വ്യക്തികളുടെ പ്രാതിനിധ്യം നടപ്പിലാക്കിയത് ഏത് നിയമത്തിലൂടെയാണ്? ശരിയായ ഉത്തരം ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861. സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് ആദ്യമായി പ്രാദേശിക വ്യക്തികളുടെ പ്രാതിനിധ്യം നടപ്പിലാക്കിയത് ഏത് നിയമത്തിലൂടെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1861. ഈ നിയമപ്രകാരം രാജാ ബനാറസ്, മഹാരാജ പട്യാല, സർ ദിനകർ റാവു എന്നിവരെ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരുന്നു. ഈ നിയമപ്രകാരം രാജാ ബനാറസ്, മഹാരാജ പാട്യാല, സർ ദിനകർ റാവു എന്നിവരെ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരുന്നു. ഇന്ത്യക്കാരെ നിയമനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാക്കുന്നതിനുള്ള ആദ്യ ഔപചാരിക ചുവടുവെപ്പ് ആയിരുന്നു ഈ നിയമം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം പൂർണ്ണമായും ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിലേക്ക് മാറ്റാൻ കാരണമായ നിയമം ഏത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം പൂർണ്ണമായും ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിലേക്ക് മാറ്റാൻ കാരണമായ നിയമം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം പൂർണ്ണമായും ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിലേക്ക് മാറ്റാൻ കാരണമായ നിയമം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവിയോടൊപ്പം വൈസ്രോയ് എന്ന പദവിയും നിലവിൽ വന്നത് ഏത് നിയമപ്രകാരമാണ്? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവിയോടൊപ്പം വൈസ്രോയ് എന്ന പദവിയും നിലവിൽ വന്നത് ഏത് നിയമപ്രകാരമാണ്?
ശരിയായ ഉത്തരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവിയോടൊപ്പം വൈസ്രോയ് എന്ന പദവി നിലവിൽ വന്നത് ഏത് നിയമപ്രകാരമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ലോർഡ് കാനിങ് ആയിരുന്നു ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി. അദ്ദേഹം അവസാന ഗവർണർ ജനറലും ആദ്യ വൈസ്രോയും ആയിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ആരായിരുന്നു? ശരിയായ ഉത്തരം ലോർഡ് കാനിങ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ആരായിരുന്നു? ശരിയായ ഉത്തരം ലോർഡ് കാനിങ്. ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നിയമം ഏത്? ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നിയമം ഏത്? ശരിയായ ഉത്തരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ആക്ട് ഫോർ ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നിയമം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858. 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ രൂപീകരിച്ച ഉന്നത പദവി ഏത്? 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ രൂപീകരിച്ച ഉന്നത പദവി ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ രൂപീകരിച്ച ഉന്നത പദവി ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. സെക്രട്ടറിയെ സഹായിക്കുന്നതിനായി 15 അംഗങ്ങളുള്ള കൗൺസിൽ ഓഫ് ഇന്ത്യ രൂപീകരിച്ചു. ഇന്ത്യയുടെ ആദ്യ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലി. ഇന്ത്യയുടെ ആദ്യ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലി. ഇന്ത്യയുടെ അവസാന സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആരായിരുന്നു? ശരിയ ഉത്തരം ഓപ്ഷൻ സി വില്യം ഫ്രാൻസിസ് ഹെയർ. ഇന്ത്യയുടെ അവസാന സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആരായിരുന്നു? ശരിയ ഉത്തരം ഓപ്ഷൻ സി വില്യം ഫ്രാൻസിസ് ഹെയർ. ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ കാലം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആയിരുന്നത് ആരാണ്? ശരിയ ഉത്തരം ജോർജ് ഹാമിൽട്ടൺ. ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ കാലം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആയിരുന്നത് ആരാണ്? ശരിയായ ഉത്തരം ജോർജ് ഹാമിൽട്ടൺ. അദ്ദേഹം 1895 മുതൽ 1903 വരെ ഏകദേശം 8 വർഷം ഈ പദവിയിൽ സേവനമനുഷ്ഠിച്ചു. ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ കാലം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആയിരുന്നത് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ജോർജ് ഹാമിൽട്ടൺ. ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം നടന്നത് എപ്പോൾ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 1858 നവംബർ 1. ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം ക്യൂൻസ് പ്രൊക്ലമേഷൻ നടന്നത് എപ്പോൾ? ശരിയായ ഉത്തരം 1858 നവംബർ 1. ഈ വിളംബരം ഇന്ത്യയിൽ അലഹബാദിൽ ലോർഡ് കാനിങ് വായിച്ചു കേൾപ്പിച്ചു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 അടിസ്ഥാനത്തിലാണ് ഈ വിളംബരം പുറപ്പെടുവിച്ചത്. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കർട്ട എന്നറിയപ്പെടുന്നത് ഏത്? ശരിയായ ഉത്തരം ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം 1858. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കർട്ട എന്നറിയപ്പെടുന്നത് ഏത്? ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം 1858. അലഹബാദിൽ നടന്ന ദർബാറിൽ ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം ഔദ്യോഗികമായി വായിച്ചു കേൾപ്പിച്ചത് ആരാണ്? ശരിയായ ഉത്തരം ലോർഡ് കാനിങ്. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.